ബീഹാറിൽ BJPയുടെ വലിയ വിജയത്തിന് ശേഷം RJDയിൽ പൊട്ടിത്തെറി ഉണ്ടാകുകയാണ്. അത് കുടുംബപരമായ പൊട്ടിത്തെറിയാണ്. കുടുംബത്തിലെ ലാലുവിൻ്റെ മക്കൾ തന്നെ പല ഭാഗങ്ങളായി പിരിഞ്ഞ് സ്വന്തം കാര്യം നോക്കി പോവുകയാണ്. എന്താണ് സംഭവിച്ചത്? ശരിക്കും പറഞ്ഞാൽ ബീഹാറിൽ ലാലു പ്രസാദ് യാദവിന് 9 മക്കളാണ്. 9 മക്കളിൽ 2 പേർ ആൺകുട്ടികളും പുരുഷന്മാരും ബാക്കി സ്ത്രീകളുമാണ്. ഇവർ കുറച്ച് പേര് രാഷ്ട്രീയത്തിലുണ്ട്, കുറച്ച് പേര് രാഷ്ട്രീയത്തിലെ കുടുംബജീവിതമൊക്കെ നയിച്ചു പോകുന്നുണ്ട്. അതിൽ തേജസ്വി യാദവാണ് നമ്മുടെ ഇപ്പോൾ കേട്ടിട്ടുള്ളല്ലോ, ബീഹാറിലെ മുഖ്യമന്ത്രിയാവാൻ നിന്ന തേജസ്വി യാദവ് മുൻ മുഖ്യമന്ത്രി ആയിരുന്നു, ഡെപ്യൂട്ടി മുഖ്യമന്ത്രി ആയിരുന്നില്ല, ഡെപ്യൂട്ടി മുഖ്യമന്ത്രി ആയിരുന്നു. പ്രധാന നേതാവാണ് RJDയുടെ രാഷ്ട്രീയ ജനതാദളിൻ്റെ പ്രധാന. പിന്നെ അദ്ദേഹത്തിന് ചേട്ടനുണ്ട്, അത് മൂത്തയാൾ വേറെയാണ്, തേജ് പ്രസാദ് യാദവ് എന്ന് പറഞ്ഞ് വേറെ ആളുണ്ട്. അതേ MLA ആയിരുന്നു, RJDയുടെ MLA. അപ്പം ഫാമിലിയിൽ കണ്ടു. പിന്നെ മിസ ഫാർദി, രോഹിണി ആചാര്യാണ് ഇപ്പോൾ എന്തുമായിട്ട് വന്നത്, ഈ ആരോപണമായിട്ട് വന്നിരിക്കുന്നത്. അവരുടെ വൃക്ക കൊടുത്തിട്ടാണ് പിന്നെ സീറ്റ് കൊടുത്തതെന്നും പണത്തിന് പകരം വൃക്ക മതി എന്നൊക്കെ പറഞ്ഞ് അച്ഛന് വൃക്ക കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കഥ വരുന്ന അവരാണ് ഇപ്പോൾ എക്സിൽ ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്, കുടുംബ പ്രശ്നമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതും. പിന്നെ വേറെയുണ്ട് മക്കൾ, പിന്നെ ഹേമ, മീന, ധന, ലത, രാഗിണി എന്നൊക്കെ പറഞ്ഞ് 7 പെൺകുട്ടികളും പെൺമക്കളും 2 ആൺമക്കളുമാണ് അവർക്കുള്ളത്. ശരിക്കും അവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കുടുംബ രാഷ്ട്രീയത്തെ സ്റ്റാലിൻ്റെ നാടൊഴിച്ച് തമിഴ്നാടിൽ അത് അംഗീകരിച്ച് വരുന്നുണ്ട്. ഇപ്പം ഉദയനിധി സ്റ്റാലിനെയും മന്ത്രിയൊക്കെ ആക്കി അവർ അംഗീകരിച്ചെടുപ്പിക്കുന്നുണ്ട്. കരുണാനിധിയുടെ മകൻ, പിന്നെ മകൻ്റെ മകൻ, ഇങ്ങനെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇത് കയറി വരുന്നുണ്ട്. ബാക്കി ഒരു സ്ഥലത്തും എന്ത് സംഭവിക്കുന്നില്ല, ഈ മക്കൾ രാഷ്ട്രീയം കയറി അല്ലെങ്കിൽ കുടുംബ രാഷ്ട്രീയം കയറി കളിച്ച് പിടിക്കുന്നില്ല. അത് നമ്മൾ കാണുന്നതാണ്. കെ മുരളീധരൻ, നമ്മളിവിടെ പത്മജ വേണുഗോപാൽ, നമ്മൾ കേരളത്തിലെടുത്ത് നോക്കൂ. അതുപോലെ അഖിലേന്ത്യാ തലത്തിലെടുത്ത് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ കേസ് തന്നെ എടുത്ത് നോക്കൂ. രാഹുൽ ഗാന്ധി ശരിക്കും പറഞ്ഞാൽ ഒരു കോൺഗ്രസിൻ്റെ ഈ പിന്മുറക്കാരനാണ്, കുടുംബാധിപത്യത്തിൻ്റെ ആളാണെന്നുള്ള ഒരു വിവാദവും ശശി തരൂരിനെ പോലുള്ളവർ പറയുന്നുണ്ട്. അപ്പോൾ അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം ഇപ്പം സംഭവിച്ചിരിക്കുന്ന ബീഹാറിൽ സംഭവിച്ചിരിക്കുന്നത് പറഞ്ഞാൽ നിതീഷ് കുമാർ എന്ന് പറഞ്ഞ വ്യക്തിയെ അങ്ങനെ നമുക്ക് ചെറുതായിട്ട് കാണാൻ കഴിയില്ല. കാരണം അത്ര വലിയ രീതിയിലാണ് പുള്ളി അവിടെ ക്ഷേമപ്രവർത്തനങ്ങളൊക്കെ നടത്തി, പ്രത്യേകിച്ച് സ്ത്രീകൾക്കുള്ള പരിപാടികളൊക്കെ നടത്തി അയാൾ ഒരുപാട് മുമ്പോട്ട് പോയിട്ടുണ്ട്. ആ മുമ്പോട്ട് പോക്കൽ ഇവർ തകർന്നടിഞ്ഞു. കാരണം ഇനിയിപ്പോൾ ഇപ്രാവശ്യം കൂടെ അധികാരമില്ലാതെ ആ കുടുംബത്തിന് നിൽക്കാൻ പറ്റത്തില്ല. അതൊരു വലിയ വിഷയമാണ്. അപ്പം പിന്നെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ട്. അപ്പം ഇവർ തമ്മിലടി കാണും, മക്കളല്ലേ. അപ്പോൾ അവർ തമ്മിൽ ആരാണ് തെറ്റ് ശരി എന്നുള്ള തമ്മിലടി അവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബാക്കി പത്രമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം പിന്നെ രാഷ്ട്രീയം വിടുന്നു എന്ന് പറയുന്നത് ചിലർ 3 മക്കൾ ഇപ്പോൾ പെൺമക്കൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നു. ഇങ്ങനെ വളരെ ഗുരുതരമായ കാര്യങ്ങളാണ് ഈ തേജസ്വി യാദവിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി വരുന്നത്. ഇത് തേജസ്വി യാദവിൻ്റെ തന്നെ ഒരു അടുത്ത സുഹൃത്തായിട്ടുള്ള RJDയുടെ രാജ്യസഭ സഞ്ജയ് യാദവ് എന്താണ് രമേശ് ഖാൻ എന്നിവരുമായുള്ള തർക്കത്തിനിടയിൽ ഈ പെണ്ണുപിള്ളയുടെ വലങ്കയാണ് ഈ ആർക്കടി കിട്ടി, ഈ പെണ്ണുപിള്ളക്ക് രോഹിണിക്ക് അടി കിട്ടി എന്ന് പറയുന്നത്. അപ്പൊ ചുരുക്കത്തിൽ അതൊരു പക്വതയില്ലാത്ത രാഷ്ട്രീയ പശ്ചാത്തലത്തിലൂടെയാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് പോകുന്നത്. അല്ല, ബീഹാറിൽ അപ്പോൾ വോട്ട് ചോരിയല്ല, കുടുംബാധിപത്യത്തിനെതിരെയുള്ള കൃത്യമായ, കാരണം ജംഗൽ രാജ് ഒരു ഭാഗത്ത് നെഹ്റു കുടുംബം, അവിടെ കോൺഗ്രസ് നയിക്കുന്നു, RJD ലാലു കുടുംബം. അപ്പൊ ഈ 2 കുടുംബത്തിനുമെതിരായുള്ള ഒരു വിധിയായിരുന്നു, വിധി കൂടെ ആയിരുന്നു. തീർച്ചയായും ജംഗൽ രാജ് ഉണ്ട്, ഒരു വശത്ത് ജംഗൽ രാജിന്റെ പ്രശ്നമുണ്ട് അവിടെ. ഈ ലാലുവിന്റെ കാലത്തുണ്ടായിരുന്നു, ജംഗൽ രാജ് ഉണ്ടായിരുന്നല്ലോ, അതിനെതിരെയുള്ള ഒരു വികാരമുണ്ട് അവിടെ. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ നമ്മുടെ പിന്നെ കുടുംബാധിപത്യം പോലെ തന്നെ 90കളിലാണ് 1990ലാണ് ആദ്യമായി 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് സൈക്കിൾ കൊടുത്തത്. ആര്? നമ്മളെ ഈ നിതീഷ് കുമാർ. 90ൽ. ഇപ്പോൾ 90ഉം 10ഉം 2024 34 വർഷം കഴിഞ്ഞപ്പോൾ അന്ന് 9ാം ക്ലാസ്സിൽ പഠിച്ച കുട്ടിക്ക് ഇപ്പം 40-43 വയസ്സ് കാണും. ആ പെൺകുട്ടികൾ അവിടെ ഉണ്ട്. പിന്നെ തുടർച്ചയായിട്ട് സ്ത്രീകൾക്ക് ഒരുപാട് സഹായം കൊടുത്തുകൊണ്ടാണ്. പിങ്ക് ബസ്, പിന്നെ അതിൽ സൗജന്യമാണ്, പിങ്ക് ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യമാണ്, 35% സ്ത്രീകൾക്ക് റിസർവേഷനാണ്. അങ്ങനെ പിന്നെ 10,000 രൂപ അവരുടെ SHG ഫണ്ടിൽ കൊടുത്തു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പുറത്ത് നടക്കുന്നു. ഒരു വശത്ത്. മറുവശത്താണെങ്കിൽ കുടുംബ രാഷ്ട്രീയമാണ് പറയുന്നത്. അത് വേറൊന്നും അവർക്ക് പറയാനില്ല. ലാലു പ്രസാദിന്റെ ഇപ്പം ലാലു പ്രസാദിന്റെ പോസ്റ്റർ വെച്ചാൽ തന്നെ ആളുകൾ വോട്ട് ചെയ്യൂല. കാരണം അദ്ദേഹത്തിനോട് അവിടുത്തെ രാഷ്ട്രീയം അദ്ദേഹത്തെ കളഞ്ഞു. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല, ബീഹാറിലൊന്നും ചെയ്യാനില്ല. അപ്പം ഇത് പറഞ്ഞ് ഫലിപ്പിക്കുന്നതിൽ ഈ കുടുംബ രാഷ്ട്രീയമൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് പോകുന്നതിൽ ആർക്ക് കഴിഞ്ഞില്ല? തേജസ്വി യാദവിന് കഴിഞ്ഞില്ല. ജനങ്ങൾ നോക്കുമ്പോൾ ഒരു ചെറുമോൻ, മറ്റൊന്നും ചെറുമോൻ, അവർ 2 പയ്യന്മാരെന്നുള്ള നമ്മൾ കാണില്ല. വളരെ സീനിയർ ആയിട്ടുള്ള നേതാക്കളൊന്നും അവരുടെ കൂടെ ഇല്ലല്ലോ. അപ്പോൾ അത് കാണുമ്പോൾ 2 ചെറുപ്പക്കാർ വന്ന് ഇങ്ങനെ പറയുന്നു, അത് 2 കുടുംബത്തിൻ്റെ മക്കളാണ്, ചെറുമക്കൾ വന്ന് രാഷ്ട്രീയം കളിക്കുന്നു എന്നുള്ള ഒരു തോന്നൽ കൂടി അവിടുത്തെ സീനിയേഴ്സിനുണ്ട്. വനിതകളല്ലാതെ അവർ പിടിച്ചു. പക്ഷെ സീനിയേഴ്സിന് ഈ ഒരു എന്തെങ്കിലും രാഷ്ട്രീയ ബോധം ഉള്ളവർക്ക് ഈ ബോധമുണ്ട്. അല്ല, ഈ തുടർ പരാജയങ്ങളാണോ കുടുംബത്തിലെ തർക്കത്തിന് കാരണം? തീർച്ചയായിട്ടും ഒരു വഴിക്ക് പോയി
ഇളയ മകൾ പോകുന്നു, എല്ലാവരും സ്വന്തം നാല് വഴിക്ക് പോയല്ലോ. ഇനിയും അവിടെ സംഘർഷം നടക്കും. ഇനി നടക്കാൻ പോണ സംഘർഷം സാമ്പത്തിക സംഘർഷമാണ്. പണത്തിന്റെ പേരിൽ ഇനിയിപ്പോൾ പങ്കുവയ്ക്കും. പണത്തിന്റെ പേരിൽ ഇനി വേറെ കാര്യം കൂടെ അവിടെ നടക്കും. ലാലു പ്രസാദ് സ്വത്തിന് വേണ്ടി കിടക്കും. കാരണം അധികാരം കിട്ടിയില്ലല്ലോ. ഇനി പിന്നെ കുടുംബകാര്യങ്ങളും ഈ പലരും ഇങ്ങനെ പങ്കുവയ്ക്കുന്നതനുസരിച്ച് സ്വത്തിന് വേണ്ടി തല്ല് നടക്കും. അതാണ് ഞാൻ പറഞ്ഞത്. ഈ ശരിക്കും പറഞ്ഞാൽ ഇപ്രാവശ്യത്തെ തോൽവി തേജസ്വി യാദവിൻ്റെ രാഷ്ട്രീയ ഗ്രാഫ് പോയെന്നുള്ളതല്ല, കുടുംബ ഗ്രാഫും കൂടി പോവുകയാണെങ്കിൽ വലിയ പ്രയാസമായിരിക്കും പിന്നെ കയറി വരാൻ. രാഷ്ട്രീയത്തിൽ പിന്നെ കയറി വരിക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. എത്രയോ സംഭവങ്ങൾ നമ്മൾ ഇന്ത്യയിൽ ഇങ്ങനെ കാണുകയാണ്. എത്രയോ പാർട്ടികൾ ഉണ്ടാവുന്നു, പിളർന്നു പോകുന്നു, അങ്ങനെ പോകുന്നു. അപ്പോൾ അതുകൊണ്ട് ബീഹാർ രാഷ്ട്രീയത്തിൽ ഇപ്രാവശ്യം അധികാരത്തിൽ കിട്ടിയിരുന്നെങ്കിൽ ഈ കുടുംബ പ്രശ്നമൊന്നും ഇല്ലാതെ അവർ മാച്ച് ചെയ്തൊക്കെ പോയേനെ. പക്ഷേ ഇപ്പോൾ വലിയ പ്രശ്നമായ സ്ഥിതിക്ക്, നിതീഷ് കുമാർ വീണ്ടും വന്ന സ്ഥിതിക്ക് ഇനി അടുത്തിന് നിതീഷ് കുമാർ വരില്ല എന്ന് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ BJP വരില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം അവർ വേറൊരു രാഷ്ട്രീയം അവർ ഫൈറ്റ് ചെയ്ത് അതിൻ്റെ ഫോർമുല അവർ വിജയിപ്പിച്ചെടുത്തു. വേറൊരു പൊളിറ്റിക്സ് അവർ വിജയിപ്പിച്ചെടുത്ത് കഴിഞ്ഞു. ഇപ്പോൾ സീതയ്ക്ക് ക്ഷേത്രം വരുന്നു, സീതാദേവിക്ക് ക്ഷേത്രം വരികയാണ് അവിടെ. വാരാണസി സിനിമ വരികയാണ്, രാജമൗലിയുടെ വാരാണസി സിനിമ വരികയാണ്. എത്രയോ ഭാഷകളിൽ രാമായണം വന്നതുപോലെ, നമ്മളതൊന്ന് രാമായണ സീരിയൽ വന്നതുപോലെ സിനിമ വരികയാണ് രാജമൗലിയുടെ. വാരാണസി എന്നാണ് സിനിമ. അപ്പം ഇതിങ്ങനെ വേറൊരു തലത്തിലേക്ക്, ഒരു വശത്ത് വെൽഫെയർ പൊളിറ്റിക്സ് വരുന്നു, ക്ഷേമത്തിന്റെ പൊളിറ്റിക്സ് വരുന്നു, വികസന അജണ്ടകൾ വരുന്നു. വികസനമല്ല, വികസനം മാറി. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വികസനം എന്ന് പറഞ്ഞാൽ റോഡ്, പാലം, കെട്ടിടം, അത് മാറി. ഇപ്പം ക്ഷേമ അജണ്ടയാണ്. ആളുകൾക്ക് ഡയറക്റ്റായിട്ട് എന്ത് കൊടുക്കുക? കർഷകൻ 6000 രൂപ ബാങ്കിൽ കൊടുക്കുക, സ്ത്രീകൾക്ക് 10000 രൂപ കൊടുക്കുക. ഇവിടെ അത് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ 1000 രൂപ വെച്ച് സ്ത്രീകൾക്ക് കൊടുക്കുകയാണ്. അപ്പൊ വെൽഫെയർ പൊളിറ്റിക്സിലേക്ക് പോയി നമ്മൾ. ഗിഫ്റ്റ് നേരിട്ട് എന്ത് കൊടുക്കുകയാണ്? ആളുകൾക്ക് പണം കൊടുക്കുകയാണ്. അത് പല പദ്ധതികളിലൂടെയാണ്, അല്ല നേരിട്ട് കൊണ്ട് പൈസ കൊടുക്കാൻ പറ്റുന്നില്ല. പല പദ്ധതികളിലൂടെ നേരിട്ട് പൈസ കൊടുക്കുകയാണ്. ഇത് വിദേശ രാജ്യങ്ങളിൽ ഒരുപാട് പരീക്ഷിച്ച് വിജയിച്ച ഒരു മാതൃകയാണ്. ജനങ്ങൾക്ക് നേരിട്ട് എന്ത് കിട്ടും? ബാങ്ക് അക്കൗണ്ടിൽ പൈസ കിട്ടും അവർക്ക്. അപ്പം അവർ ഹാപ്പിയാണ്. അവരെ സംബന്ധിച്ച് അവർ റോഡ് വന്നു, പാലം വന്നു, വിമാനത്താവളം വന്നു, അല്ലെങ്കിൽ വലിയ ഫാക്ടറി വന്നു. എന്ത് കാര്യം? ഫാക്ടറി വന്നാൽ 10000 പേർക്ക് ജോലി കിട്ടുമെങ്കിൽ 10000 പേർക്കല്ലേ, ഫാമിലിക്കല്ലേ സന്തോഷമുള്ളൂ. ഇതാ 10000 പേർക്ക് കൊടുക്കുന്ന ഫാക്ടറിയുടെ പൈസ എടുത്ത് എന്ത് കൊടുത്താൽ മതി? 50000 പേർക്ക് കൊടുത്താൽ മതി. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഞാൻ പറയട്ടെ, ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുന്നുണ്ടോ? വലിയ കുഴപ്പമായിട്ടില്ല നിൽക്കുന്നത്. DA 8 പ്രാവശ്യം കൊടുത്തില്ല, 8 തവണ കൊടുത്തില്ല. ആ പൈസ ഉള്ളപ്പോഴാണ്. അപ്പം അതിന് പറഞ്ഞ ന്യായം പൈസ ഇല്ലെന്നാണ്. ആ പൈസ എടുത്ത് ആർക്ക് കൂട്ടിക്കൊടുത്തു? ക്ഷേമ പെൻഷൻകാർക്ക് സാമൂഹിക ക്ഷേമ പെൻഷൻ 1600 2000 ആക്കി. കാരണം അവിടെ 65 ലക്ഷം ഉണ്ട്, ഇവിടെ 5 ലക്ഷമേ ഉള്ളൂ. അപ്പം 5 ലക്ഷം പേർക്ക് കൊടുക്കണതാണോ നല്ലത്? 65 ലക്ഷത്തിന് കൊടുക്കണതാണോ നല്ലത്? 65 ലക്ഷത്തിന്. അപ്പം ഒരു മാസ് പൊളിറ്റിക്സ്, മാസിൻ്റെ വെൽഫെയർ നോക്കുന്ന, വലിയ മാസിൻ്റെ, ചെറിയ മാസല്ല, ചെറിയ ടീമല്ല, വലിയ മാസിൻ്റെ വെൽഫെയർ നോക്കുന്ന, അവർക്ക് നേരിട്ട് ഗിഫ്റ്റ് കൊടുക്കുന്ന, ഗിഫ്റ്റ് മണി കൊടുക്കുന്ന പുതിയ രാഷ്ട്രീയത്തിലേക്കാണ് ഇവിടെ പോകുന്നത് ഇന്ത്യ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ തൊഴിലാളി വേതനം എടുത്താലും തമിഴ്നാട്ടിൽ കൊടുക്കുന്ന സൈക്കിൾ, ലാപ്ടോപ്പ് ഒക്കെ തമിഴ്നാട്ടിൽ കൊടുക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് ബസ്സിൽ ഫ്രീ ആണ്, പല ടൗൺ ബസ്സുകളിൽ ഫ്രീ ആണ്. അതിൻ്റെ വേറെ രൂപമാണ് മഹാരാഷ്ട്രയിൽ കണ്ടത്. നമ്മൾ മധ്യപ്രദേശിൽ കണ്ടു, രാജസ്ഥാനിൽ കണ്ടു. ഒരുപാട് പരിപാടികൾ സ്ത്രീകൾക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ മറ്റൊരു രൂപമാണ് ലാലു പ്രസാദ് അവിടെ എന്ത് ചെയ്യുന്നത്, അല്ല നമ്മുടെ നിതീഷ് കുമാർ അവിടെ എന്ത് ചെയ്തത്? പരീക്ഷിച്ച് ജയിച്ചത്. അപ്പോൾ ആ പരീക്ഷിച്ച് ജയിച്ചതിനോടൊപ്പം തന്നെ ഇവരുടെ കുടുംബ പ്രശ്നം, നമ്മുടെ സബ്ജക്റ്റ് അതാണല്ലോ, കുടുംബ പ്രശ്നം കൂടെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ രാഷ്ട്രീയം ഇനി എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വിചാരിക്കുന്ന ലെവലിൽ ആ കുടുംബത്തിന് മുമ്പോട്ട് പോകണ്ട. അപ്പോൾ ഈ രാഷ്ട്രീയം BJPക്ക് അനുകൂലമാണല്ലേ? തീർച്ചയായിട്ടും BJPക്ക് അനുകൂലം എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ കോൺഗ്രസ് എന്തുകൊണ്ട് അവിടെ തോറ്റു എന്ന് പറയുമ്പോൾ, കോൺഗ്രസും RJDയും കൂടെ സൗഹൃദ മത്സരം നടന്ന പല മണ്ഡലങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അവിടുത്തെ ഞാൻ ഇടയ്ക്ക് മറ്റേ സാറ്റലൈറ്റ് ചാനൽ ഒന്നുകൂടെ ശ്രദ്ധിച്ചപ്പോൾ പല DCC ഓഫീസുകളും തുറന്നിട്ട് 2 വർഷമായി. തുറന്നിട്ടേ ഇല്ല. ഗ്രാമവാസികളോട് ചോദിക്കുമ്പോൾ 2 വർഷത്തിൽ കൂടുതലായി തുറന്നിട്ട്. പിന്നെ എവിടെ പാർട്ടി? അവിടെ വോട്ട് ജാരി എന്ന് പറഞ്ഞാൽ ആരാ കേൾക്കുന്നത്? പത്രപ്രവർത്തകരെ വിളിച്ചിരുത്തി, കുറച്ച് പത്രപ്രവർത്തകരെ പ്രസ് ക്ലബ്ബിൽ വിളിച്ചിരുത്തിയിട്ട് വോട്ട് ജോലി എന്ന് പറഞ്ഞാൽ ആര് വായിക്കാനാണ്? ഇത് ഏത് മനുഷ്യനാണ് ഇതിൽ താല്പര്യം? ഒരു താല്പര്യമില്ല. അപ്പോൾ അവിടുത്തെ സംഘടനാ സംവിധാനത്തിൻ്റെ പ്രശ്നങ്ങൾ, ഈ പറഞ്ഞ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ, ലാലു പ്രസാദിൻ്റെ ദുഷ്ഭരണം കണ്ട ഒരു ജനത, ലാലു പ്രസാദിൻ്റെ അഴിമതി, കാലിത്തെറ്റ് കുംഭകോണം കണ്ട ഒരു സമൂഹം, അത് മുതിർന്ന സമൂഹം അത് കണ്ടതാണ്. രാഷ്ട്രീയം ജംഗൽ രാജൊക്കെ കണ്ട മറ്റുള്ളവരങ്ങനെയാണ്. അതുകൊണ്ട് പിന്നെ കോൺഗ്രസിൻ്റെ BJP ആണോ ഇനി സ്ഥിരമെന്ന് എന്നോട് ചോദിച്ചാൽ, വലിയ ഹോംവർക്ക് ഇപ്പുറത്തുള്ളവർ ചെയ്യണം. ഈ കുടുംബ പരിപാടികളൊക്കെ വിട്ടിട്ട് ജനങ്ങളെ ഒന്നിച്ച് നിർത്തുന്ന വലിയ ഹോംവർക്ക് ചെയ്യണം. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ശ്രമിക്കുക. ഞാൻ ചോദിക്കട്ടെ, മോഡിക്കെതിരെ ഇവർ വലിയ ബഹളമാണ് ഉണ്ടാക്കുന്നത്. ഇലക്ഷൻ കമ്മീഷനെതിരെ അല്ലേ വോട്ട് ജോലി എന്നൊക്കെ പറയുന്നത്. മോഡിക്കെതിരെയുള്ള ഒരു ആയുധം പറഞ്ഞ് ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയോ തേജസ്വി യാദവോ ഉയർത്തിയ ഒരു രാഷ്ട്രീയ ആയുധം പറഞ്ഞ് ഇല്ല. മോഡി കുഴപ്പമാണ്, അമ്മയെ നോക്കിയില്ല, അല്ലെ അച്ഛനെ നോക്കിയില്ല, അല്ലെ ഭാര്യയെ വീക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അത് വേറെ കാര്യങ്ങൾ പറഞ്ഞ ആളുകൾ എടുക്കില്ല, ജനങ്ങൾ എടുക്കും.
എടുക്കൂല. പക്ഷേ മോഡിക്കെതിരെയുള്ള ഒരു ആരോപണം പറഞ്ഞേ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മോഡിക്കെതിരെയുള്ള ഒരു ആരോപണം വയ്ക്കാൻ ഉണ്ട്. പല കാര്യങ്ങളും പറയാം, ചകഞ്ഞെടുത്ത ഗവൺമെന്റ് അല്ലേ, പലതും പറയാൻ പറ്റും. പക്ഷെ ഒരു കാര്യം പറഞ്ഞേ, നിങ്ങൾ പറയൂ, അല്ലെ 10 കാര്യം പറയണ്ടേ? ഇപ്പോൾ പിണറായി വിജയനെതിരെ തെരഞ്ഞെടുപ്പ് സ്വർണ്ണത്തിൻ്റെ കേസ്, ശബരിമല അയ്യപ്പൻ, സ്വപ്ന കേസ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നേരത്തെ ശിവശങ്കറിൻ്റെ കേസ്, ഇങ്ങനെ ഒരു 10 കേസ് പറയാമല്ലോ ഗവൺമെന്റിനെതിരെ. അപ്പോൾ ജനങ്ങൾ ശരിയാണെന്ന് തോന്നുന്നത്. ഇതൊരു 2 കേസ് പറഞ്ഞേ രാഹുൽ ഗാന്ധി ഉയർത്തിയിട്ടുള്ള, 1 കേസ് പറഞ്ഞേ ഇല്ല. അപ്പം ആന്റി ഇൻകംബൻസ് ഇല്ല, ഭരണവിരുദ്ധ വികാരം ഇല്ല, നിതീഷിനെതിരെയും ഇല്ല. നിതീഷിന് എന്ത് കുറ്റമാണ് പറയുന്നത്? അവിടെ ചെറുപ്പക്കാർക്ക് തൊഴിലില്ല എന്നുള്ള ഏക കുറ്റമാണ് പറയുന്നത്. അതെ, വാർദ്ധക്യമായി. അയാൾ എഞ്ചിനീയറാണ് ബേസിക്കലി, മനസ്സിലായില്ലേ? അപ്പം അത് 2 ഓടുമോ? ഒരാൾ വയസ്സായി പോയെന്ന് പറഞ്ഞാൽ ഓടുമോ? ജനങ്ങൾ ഓടിക്കുമോ? ഓടിക്കൂല. പിന്നെ 24 വയസ്സുകാരിയെ നിർത്തി അവർ, മൈഥിലി ഠാക്കൂർ എന്ന് പറഞ്ഞാൽ 24 വയസ്സുകാരിയും അവർ നിർത്തി, BJP-ക്കാർ. അപ്പോൾ മറ്റേ വയസ്സായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവർ ഒരുപാട് ചെറുപ്പക്കാരെ നിർത്തിയില്ലേ. അപ്പോൾ അതുകൊണ്ട് ബീഹാർ രാഷ്ട്രീയം നമുക്ക് നൽകുന്ന ഒരു പാഠം എന്ന് പറയുന്നത് ഈ കുടുംബ രാഷ്ട്രീയത്തിൻ്റെയൊക്കെ, ശശി തരൂർ പറയുന്ന ഒരു പരിധി കറക്റ്റാണ്. ഈ കുടുംബ രാഷ്ട്രീയത്തിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു, അവർ തമ്മിലടിച്ച് പിരിഞ്ഞു, ഇനി പിരിയും. ഇനി ബാക്കിയും കൂടി സ്വത്തിൻ്റെ പേരിൽ പിരിയാൻ കിടക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ തന്നെ സ്വത്തിൻ്റെ കണക്ക് പറഞ്ഞു തുടങ്ങി രോഹിണി. ഇപ്പോൾ സ്വത്തിൻ്റെ കണക്ക് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ളവർ വെറുതെ ഇരിക്കുമോ? അവരിന്നും അടുത്ത ദിവസങ്ങളിൽ സ്വത്തിൻ്റെ കണക്ക് പറയും. ആ ഒരു സംഘർഷത്തിലേക്ക് പോകണം. അപ്പോൾ ആ രാഷ്ട്രീയത്തിൻ്റെ കാലം കഴിഞ്ഞു, മതരാഷ്ട്രീയത്തിൻ്റെ കാലം കഴിഞ്ഞു, പ്രീണന രാഷ്ട്രീയത്തിൻ്റെ കാലം കഴിഞ്ഞു. മുസ്ലിം ഏരിയയിൽ കംപ്ലീറ്റ് ജയിച്ചിരിക്കുന്ന ആരാണ്? BJP-ക്കാർ, നിതീഷ് കുമാറിൻ്റെ പാർട്ടിയാണ് ജയിച്ചിരിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, നിതീഷ് കുമാറിൻ്റെ സമുദായത്തിന് എത്ര ശതമാനം വോട്ടുണ്ടെന്നറിയാവോ? നമ്മൾ ആരും ചർച്ച ചെയ്തു ജാതി മതം എന്നൊക്കെ പറയുമ്പോഴും 3% ഉള്ളൂ നിതീഷിൻ്റെ ജാതിക്ക്. 97% വേറെ ജാതിയാണ്. ആ വോട്ടാണ് കംപ്ലീറ്റ് ആര് പിടിച്ചിരിക്കുന്നത്? നിതീഷ് പിടിച്ചിരിക്കുന്നത്. എങ്ങനെ പിടിച്ചു പുള്ളിക്കാരൻ? അപ്പോൾ അതിൻ്റെ രാഷ്ട്രീയം കാണാതെ മതം, RSS, സംഘപരിവാർ, BJP, മോഡി കൊള്ളാമോ അയ്യോ എന്നൊക്കെ ഉള്ള രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ഇവർ നടന്നാൽ ഇതെങ്ങും കളിച്ചു പിടിക്കില്ല, ഒരിടത്തും ചെന്ന് കളിച്ചു പിടിക്കില്ല. ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ മാറുന്ന സാഹചര്യത്തിലെ മാറുന്ന കഥയും മാറുന്ന ജനതയുടെ ടേസ്റ്റും എന്തെന്ന് മനസ്സിലാക്കാതെ ഇവിടെ ഇരുന്ന് അന്തിച്ചർച്ച നടത്തിയതുകൊണ്ട് ബീഹാറിൽ കിട്ടൂല. ബീഹാറിലല്ല, ഇന്ത്യയിൽ ഒരിടത്തും കിട്ടത്തില്ല. അത്രയ്ക്ക് സംഘടനാ വർഗമായിട്ടാണ് RSS-ഉം BJP ഒക്കെ നീങ്ങുന്നത്. അതിൻ്റെ കുറച്ചെങ്കിലും കൂടെ നിൽക്കണ്ടേ കോൺഗ്രസ്? അതില്ല. ഇപ്പം ദേശീയതലത്തിൽ നമ്മൾ കോൺഗ്രസിനെ കുറ്റം പറയല്ലോ, എന്തിനാ ഒരു പാർട്ടിയെ കുറ്റം പറയുന്നത്? നമ്മൾ കോൺഗ്രസ് ദേശീയ തലത്തിൽ നോക്കൂ, ഒരു 25 പേരെ ലിസ്റ്റ് എന്ന് പറഞ്ഞേ നേതാക്കളായിട്ട്. നിങ്ങൾക്ക് വിരലിലെണ്ണാവുന്ന നേതാക്കളേ ഉള്ളൂ ദേശീയ തലത്തിൽ. പിന്നെ മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, അതെല്ലാം കുടുംബക്കാർ 2 പിന്നെ KC വേണുഗോപാൽ, അശോക് ഗെഹ്ലോട്ട്, കപിൽ സിബൽ, ചിദംബരം. ഇനി ഒരു നേതാവിനെ പറഞ്ഞേ. നേതാക്കളുടെ ദാരിദ്ര്യമുണ്ട്. കപിൽ സിബൽ വയസ്സെത്ര? പിന്നെ മല്ലികാർജ്ജുൻ ഖാർഗെ വയസ്സെത്ര? പുതിയ നേതൃത്വം എവിടെ ഇന്ത്യക്ക്? അത് വലിയ വിഷയമാണ് കോൺഗ്രസ്സിന്. അത് ഈ കുടുംബ രാഷ്ട്രീയവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. തീർച്ചയായിട്ടും അത് കുടുംബ രാഷ്ട്രീയമാണ്. അപ്പോൾ അത് വളരെ ഗൗരവമായ ഒരു വിഷയം തന്നെയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ബീഹാർ നൽകുന്നത് കേവലം ഒരു നിതീഷ് കുമാർ BJP സഖ്യത്തിൻ്റെ വിജയമല്ല. നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ഓരോ ഡയമെൻഷനും അവിടുത്തെ പൊളിറ്റിക്സിനുണ്ട്. അത് ഇന്ത്യൻ പൊളിറ്റിക്സിൻ്റെ ദിശാസൂചിക നാളെ നിർണ്ണയിക്കുന്നത് ആയിരിക്കും. അല്ലാതെ 10 വോട്ട് കിട്ടുമോ നാളെ ജയിക്കുമോ എന്നുള്ള അല്ല വിഷയം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഒരു ദിശയുണ്ട്. ആ ദിശ നിർണ്ണയിക്കുന്നതിൽ ഈ ഒരു വെൽഫെയർ പൊളിറ്റിക്സ് ഗിഫ്റ്റ് പൊളിറ്റിക്സിലേക്ക് പോവുകയാണ്. ഡെവലപ്മെൻറ്റ് പൊളിറ്റിക്സ് വന്നു, വികസനം വന്നു, ക്ഷേമം വന്നു, എന്താണ് ഒരു സമ്മാന രാഷ്ട്രീയത്തിലേക്ക് പോവുകയാണ്. ഗിഫ്റ്റ് പൊളിറ്റിക്സിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുടുംബ കലഹത്തിനൊന്നും കുടുംബാധിപത്യത്തിനൊന്നും ഇനി ഒരു സാധ്യതയും ഇന്ത്യൻ രാഷ്ട്രീയത്തിലില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.